ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീടുകളിൽ സുരക്ഷിതമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. നമുക്ക് കുറച്ച് നാളും വീട്ടിൽ തന്നെ സുരക്ഷിതമായിട്ടിരിക്കാം. എല്ലാ പ്രശ്നങ്ങളും എത്രയും പെട്ടെന്ന് തീരുവാനായിട്ട് പ്രാർത്ഥിക്കാം. വീട്ടിൽ വെറുതെ പോസ്റ്റായിട്ടിരുന്നപ്പോഴത്തേനും വീട്ടിലെ ചെറിയ ഫിഷ് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തു. അതിനകത്തുനിന്നൊരു 4 ഗൗരാമികളെ എടുത്തു. ഒത്തിരി വലുതൊന്നും ആയിട്ടില്ലായിരുന്നു, എങ്കിൽ പോലും ഇപ്പോൾ മീൻ കിട്ടാത്തതുകൊണ്ട് ഇതിനെ എടുത്തു. കിട്ടിയതിൽ നിന്ന് വലുതായിട്ടുള്ള 2 ഗ്രില്ല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റിൽ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് 2 വലുതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ ശരിക്കും മസാല തേച്ച് പിടിപ്പിച്ച് വെക്കണം. നമ്മുടെ മസാല എന്ന് പറയുന്നത് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി പേസ്റ്റ്, കുരുമുളക് പൊടി, പിന്നെ കറിവേപ്പില, ഒരു നാരങ്ങയുടെ മുഴുവൻ നീര് പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉള്ള വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ സെറ്റായി. ഇനി നമുക്ക് മീനൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതിനകത്തേക്കൊന്ന് തേച്ച് പിടിപ്പിക്കണം. മസാല നന്നായിട്ട് പിടിക്കാനായിട്ട് കുറച്ച് നേരത്തേക്ക് മൂടി മാറ്റി വെച്ചേക്കാം. ആ സമയം നമുക്ക് കുറച്ച് കനലുണ്ടാക്കിയെടുക്കണം. കനൽ മേടിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് മുട്ടിപ്പലക കത്തിച്ച് കനലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കനലൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കനലിലേക്ക് ഗൗരാമികളെ വെച്ച് കൊടുക്കാം. ചെറുതായിട്ട് ഇപ്പോൾ ഇതിനകത്ത് തീ കത്തിയിട്ടുണ്ട് അടിയിൽ. ഇങ്ങനെ തീ ഒരിക്കലും പാടില്ല. നമുക്ക് നല്ല കനലിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ തീ വരുമ്പോഴത്തേനും കരിഞ്ഞു പോകാനുള്ള ദശയടക്കം കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടും. അപ്പോൾ ഇനി നമുക്കിത് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീനൊക്കെ സെറ്റായിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് നമ്മുടെ റോയൽ ഫുഡിലെ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കൂടെ കഴിച്ചു നോക്കാം. അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.